നമസ്കാരം. രാഹുൽ മാങ്കുടത്തിലിന്റെ വരവുമായി ബന്ധമില്ലെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞെങ്കിലും പൂർണ്ണമായി ഇക്കാര്യത്തിൽ തലയുരാൻ കോൺഗ്രസിന് സാധിച്ചേക്കില്ല. വോട്ട് ചെയ്യാനെത്തിയ രാഹുലിനെ ബൊക്ക നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതൊരുപക്ഷെ CPM ഉയർത്തിക്കാട്ടിയേക്കും. എന്നാൽ വ്യക്തിപരമായ നിലപാടായിരിക്കും അതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനാകും ഒരുപക്ഷെ കോൺഗ്രസ് ശ്രമിക്കുക. രാഹുൽ മാങ്കുടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെല്ലാം പറയുമ്പോഴും രാഹുൽ തങ്ങളുടെ MLA ആണെന്നാണ് KSU ജില്ലാ സെക്രട്ടറി അടക്കം പറയുന്നത്. രാഹുലിനൊപ്പം പോയാൽ എന്താണെന്നും പാലക്കാട്ടെ MLA അല്ലേ എന്നും പ്രവർത്തകർ ചോദിക്കുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല. രാഹുലിനെതിരെയുള്ള നടപടിയിൽ KPCC നേതൃത്വത്തിൽ തന്നെ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളും പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ വാക്കുകളും ആ ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു. താഴെത്തട്ടിൽ ഇപ്പോഴും രാഹുൽ അനുകൂലികൾ ഉണ്ടെന്നാണ് ഇന്നത്തെ സ്വീകരണം വ്യക്തമാക്കുന്നത്. അതേസമയം പാലക്കാട്ടെ MLA ഓഫീസിൽ നിന്ന് രാഹുൽ അടൂരിലേക്ക് യാത്ര തിരിച്ചു. വോട്ട് ചെയ്യുന്നതിനായി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ രാഹുൽ മാങ്കുടത്തിന് സംരക്ഷണം ഒരുക്കിയിരുന്നു. വോട്ട് ചെയ്ത ശേഷം MLA ഓഫീസിൽ എത്തിയപ്പോഴും UDF പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം മാങ്കുടലിന്റെ കാർ തടഞ്ഞ് CPM BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രതിഷേധമാണ് പോളിംഗ് ബൂത്തിന് പുറത്തുണ്ടായത്. കാലൻ കോഴിയെ പാലക്കാടിന് വേണ്ടെന്ന പോസ്റ്റർ രാഹുലിന്റെ കാറിൽ പതിച്ചിരുന്നു. ഇതിനിടയിൽ കൂവി വിളിച്ചും പോസ്റ്ററുകൾ ഏന്തിയുമാണ് നിരവധി പേർ പോളിംഗ് ബൂത്തിന് പുറത്ത് പ്രതിഷേധിച്ചത്. 15 ദിവസം പാലക്കാട് MLA എവിടെയായിരുന്നുവെന്നും ഇനി ഒളിവിൽ പോകുമോ എന്നും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് എന്തു പറയുന്നുവെന്നും ചോദിച്ചപ്പോഴും മാങ്കൂട്ടത്തിൽ ഉത്തരമുണ്ടായിരുന്നില്ല. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മിതമായ വാക്കുകളിലായിരുന്നു പ്രതികരണം ഒതുക്കിയത്. തനിക്കെതിരായ കേസുകളെക്കുറിച്ച് വലിയ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും മാത്രമായിരുന്നു രാഹുൽ പറഞ്ഞത്. പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്ന് പറഞ്ഞ രാഹുൽ ഇനി പാലക്കാട് തന്നെ തുടരുമെന്നും വ്യക്തമാക്കി. ഒളിവിൽ പോകില്ല, ഇനി അങ്ങോട്ട് പാലക്കാട് തന്നെ തുടരും, അതിൽ തർക്കമില്ല എന്നായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. വൈകിട്ട് 4:50 MLAയുടെ ഔദ്യോഗിക കാറിലാണ് പാലക്കാട് കുന്നത്തൂർ മേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്തിൽ അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തതിനാൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. മുടിയും താടിയും ട്രിം ചെയ്ത് വളരെ കൂളായി ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിട്ടത്. എന്നാൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായില്ല. പാർട്ടി നടപടിയെക്കുറിച്ചോ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയുമില്ലായിരുന്നു. രാവിലെ വോട്ട് ചെയ്യാനെത്തിയാൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രമുള്ളപ്പോൾ രാഹുൽ എത്തിയത്. കൂകി വിളിച്ചായിരുന്നു CPM BJP പ്രവർത്തകർ വരവേറ്റത്. പ്രതിഷേധങ്ങൾക്കിടെ ഔദ്യോഗിക വാഹനം നേരെ പോയത് പാലക്കാട്ടെ മലബാർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലേക്കായിരുന്നു. ഇവിടെ നിന്ന് ചായ കുടിക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ക്രൂരമായ ബലാത്സംഗം നടന്നെന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിലിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പരാതി നൽകുന്നതിലെ കാലതാമസവും FIRലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി. ആരോപിക്കപ്പെട്ട പരാതി അതീവ ഗൗരവതരമാണ്, സമ്മർദ്ദ സാധ്യത തള്ളിക്കളയാനാവില്ല. പരാതി വൈകിയതിലെ കാരണത്തിലും വൈരുദ്ധ്യമുണ്ടെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്.